ചോദ്യത്തിലേക്ക് ഞാൻ പറയാം. ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് കൃഷ്ണൻ രാധയ്ക്ക് മുമ്പായി തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചൊരു സംഭവമാണ്. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഞാൻ തന്നെ ചെയ്യേണ്ടി ഒരു ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് വേറെ സമയം കിട്ടാതെ പിന്നെ ഇപ്പോൾ തിയേറ്റർ എന്നുള്ളത് പിന്നെ ആരാധകരിങ്ങനെ വിളിക്കും, സന്തോഷ് സാർ ഈ തിയേറ്ററിലേക്ക് വാദിച്ചു. അപ്പോൾ ഞാൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഞാനൊരു അങ്ങനത്തെ ഒരു കൺവെർസേഷനാണ്. ഞാൻ ആരാധകരും തമ്മിൽ ഇന്റർവെല്ലൊക്കെ ആളുകൾ വിളിക്കും, സന്തോഷ് സാറെ സിനിമ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എടാ സിനിമ കണ്ടിട്ട് പറ, സാറ് കയ്യടി കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. ഇത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നായകനെ വിളിച്ചിട്ടും സംവിധായകനെ വിളിച്ചിട്ടും ലൈവാകുന്നത്. ഇതൊരു ലൈവാണ് സംഭവം. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് ശരിക്കും പറഞ്ഞാൽ പക്ക പുതിയ ആളുകളെ വെച്ച് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതേസമയം ഇപ്പോൾ കൃഷ്ണൻ രാജ ഒരു ഹിറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിലവിലുള്ള ഞാൻ ഒന്നിനെതിരല്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഏതൊരാളെടുത്തും ചെല്ലാം, എനിക്ക് സൽമാൻ ഖാൻ്റെ അടുത്തും ചെല്ലാം, ഷാരൂഖിൻ്റെ അടുത്തും ചെല്ലാം. ഞാൻ ഇതാ ഒരു സിനിമ സൂപ്പർ ആക്കിയ വ്യക്തിയാണെന്ന് ചെല്ലാം. നിങ്ങളിപ്പോ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ കോഴിക്കോട് അങ്ങനെയല്ല സംഭവം. ഞാൻ കോഴിക്കോട് സിറ്റിയിലാണ് എൻ്റെ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞ ഗാന്ധിയൻ ഫിലോസഫി, ചെറുപ്പത്തിലെ ഫിലോസഫിയും സൈക്കോളജിയൊക്കെ എനിക്ക് ഭയങ്കര മിസ്റ്റീരിയസ് സബ്ജക്ട്സ് ആയിരുന്നു ഇഷ്ടം, ദൈവം പ്രേതം ഇങ്ങനത്തെ ഒക്കെ. അപ്പം ഗാന്ധിയൻ ബുക്സുകൾ കൂടുതലായിട്ട് അച്ഛൻ കൊണ്ടുവരും. എൻ്റെ വീട്ടിൽ കുറേയൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഗാന്ധിജിയുടെ ഒരു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, സത്യാന്വേഷണ പരീക്ഷണങ്ങളാണെന്ന് തോന്നുന്നു. അതിൽ ഗാന്ധിജി പറയണ്ടേ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന്. അങ്ങനെയാണ് ഞാൻ കടുത്ത ഗ്രാമത്തിൻ്റെ ആരാധകനായി കോഴിക്കോട് ടൗണിലെ എൻ്റെ വീട് വിറ്റ് ഞാൻ ഗ്രാമത്തിൽ പോയതാണ്. അല്ലാതെ ഞാൻ ഒരു ഗ്രാമത്തിൽ തുടക്കട്ട വ്യക്തിയല്ല. ആരാധകര് സാർ സാർ എന്ന് വിളിച്ച് വിശേഷിപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭൂതി എന്താ? വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് എന്നെ ഒരാൾ സാറെന്നോ വിളിക്കുന്നേക്കാട്ടോ എനിക്ക് എന്നെ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരാളെ എടാ എന്ന് വിളിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. ഫോണിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളും ഇല്ലേ? തുടക്കത്തിലുണ്ട്. അതാ ഞാൻ പറഞ്ഞു, സിനിമ ഇറങ്ങിയതിന് ശേഷം ഇല്ല. ഇനി എൻ്റെ വിമർശകൻ നിങ്ങൾ വെളുത്തിരിക്കുന്നു കറുത്തിരിക്കുന്നു കണ്ണാടി നോക്കാറില്ല ഏട്ടാ, കറുത്തവർക്കൊന്നും കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് 4 തെറി. ഞാൻ പറയുന്നു അവനും രാത്രി നല്ല ഉറക്കം കിട്ടും. 4 തെറി വിളിച്ചല്ലോ. 14 മിനിറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു തെളിവ് ഞാൻ തരാം. ഇപ്പോഴും 14-15 മിനിറ്റിൻ്റെ ഒക്കെ ഇത് കിടക്കുന്നുണ്ട് ഇന്റർനെറ്റിലൊക്കെ. 3 മിനിറ്റിൽ തുടങ്ങുന്ന തെറിയാണ്. എനിക്ക് സൗന്ദര്യം കുറവാന്ന് പറഞ്ഞിട്ട് 15 മിനിറ്റ് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നിട്ടും കട്ട് ചെയ്യാറില്ല. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ആലോചിച്ച് നോക്കടാ, ഒരാൾ മരിച്ചാൽ അയാളെ ശവം കത്തിച്ചാൽ ഒരു പിടി മണ്ണലടേ ആവുള്ളൂ. ഇത്രയും മാന്യമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവിടുന്ന് യാതൊരു നിർദാക്ഷിണ്യമാണ് അവിടുന്ന് വിളിക്കുന്നത്. അപ്പൊ എന്നോട് ആരാധകർ ചോദിക്കുക, എന്റെ സന്തോഷമായിട്ട് അത് ഓഫ് ചെയ്ത് കട്ട് ചെയ്താൽ പോരെ, അവൻ ആ റെക്കോർഡ് ചെയ്യല്ലേ, എന്നിട്ട് അത് ഈ ലോകം മുഴുവൻ കേൾപ്പിക്കല്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞു, എടാ ഞാനത് കട്ട് ചെയ്തിരുന്നെങ്കിൽ അവനൊരു പ്രയാസം പറ്റില്ല. അപ്പച്ച മുങ്ങിച്ചാവാൻ പോകുന്നതിനെ രക്ഷിക്കണമെങ്കിൽ സ്വയം നീന്തൽ അറിയണം, അല്ലെങ്കിൽ അവനോടൊപ്പം നിങ്ങളും കൂടി മുങ്ങും. ഒരു കുരുടനെ വേറൊരു കുരുടൻ വഴി കാണിച്ചാൽ 2 പേരും കൂടെ വല്ല കുഴിയിലും പോയി വീഴും, അത്ര തന്നെ. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ, സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. കാഞ്ചന കൂട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കൂട്ടിലെ സിംഹത്തിനും ബന്ധനം, ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. അപ്പോ സന്തോഷ് പണ്ഡിറ്റ് വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഏതായാലും എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിക്കാം.